ഹായ് ഹലോ, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. സിമ്പിൾ എന്ന് കേട്ടിട്ട് നിങ്ങൾ പുച്ഛിക്കൊന്നും വേണ്ട, നല്ല അടിപൊളി കറിയാണ്. ഈ ഒരൊറ്റ കറി മതിയിട്ട് ചോറ് കംപ്ലീറ്റ് അങ്ങോട്ട് തീർക്കാൻ. എന്ന് കരുതി മുഴുവൻ ചോറ് തീർക്കൊന്നും വേണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് വെച്ചോട്ടാ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കൂട്ടാ. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. നമ്മൾ കടുകിട്ട സമയത്ത് കുറച്ച് അങ്ങനെ കൂടിപ്പോയി, നിങ്ങൾ ഇത്ര ഇട്ടൊന്നും വേണ്ട, കുറച്ചോ. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളകും വേപ്പിൻ്റെ ഇടുകയാണ് കേട്ടോ. വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ടോ, ഒന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല വെളുത്തുള്ളിയുടെ ഒക്കെ മണം വരുന്ന വരെ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയില്ലേ, അതാ വരുന്നു നമ്മുടെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. വഴുതനങ്ങ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വരട്ടി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് വരഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ കളറുള്ള വഴുതനങ്ങയാണ്. നിങ്ങൾക്ക് ഇനി പച്ച കളർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ റേറ്റ് നോക്കുമ്പോൾ ഇതാ റേറ്റ് കുറവ്, അപ്പോൾ ഇതങ്ങോട്ട് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നന്നായിട്ട് വരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഉപ്പിടാൻ മറന്നതാണ്, ഉപ്പിട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാരണ കറികൾക്ക് ഇടുന്ന പൊടികളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീക്കി വെച്ചു. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാധാ മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി കുറച്ചിടുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കായാണ് കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ അങ്ങോട്ട് കുറച്ച് കൂടി, ഇത്രയൊന്നും ഇടണ്ട കേട്ടോ, കുറച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി, ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ പച്ചമണമൊക്കെ മാറണ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇളക്കി വരുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണവും ആ വഴുതനങ്ങയിലൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ മസാല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണ്, പുളി. നമ്മുടെ പേരെന്നെ എന്താ, വഴുതനങ്ങപ്പുളി. അപ്പോൾ നമുക്ക് വഴുതനങ്ങപ്പുളിക്ക് പുളി വേണ്ടേ, വഴുതനങ്ങ മാത്രമല്ലേ ആയുള്ളൂ. ഇതാ പുളി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാട്ടാ. കറിക്കനുസരിച്ച് തിക്നെസ് വേണ്ടവർക്ക് വെള്ളം അധികം ഒഴിക്കണ്ട, അല്ലാത്തവർ കുറച്ചും കൂടി ഒഴിക്കുക. എന്നിട്ട് സെറ്റാവേണ്ട മസാല, അല്ലെങ്കിൽ പിടിക്കണ്ടേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ അങ്ങോട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അടച്ച് വെക്കുക, ഒരു മൂടി വെച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. എന്നിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ. നമ്മൾ ഈ കറിയൊക്കെ വിചാരിച്ചിട്ട് കാണുമ്പോൾ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഈ ഒരൊറ്റ കറി മതി, ഞാൻ നുണ പറയല്ല, നിങ്ങൾ നോക്കി നോക്കുക, ഇത് ഉണ്ടാക്കി നോക്കി നോക്കൂ. ഈ ഒരൊറ്റ കറി മതി, ചോറ് കംപ്ലീറ്റ് കാലിയാവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് തിളച്ച് വരുന്നുണ്ട്, തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വറ്റിക്കാം കേട്ടോ. അത് അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വച്ച് അങ്ങോട്ട് തുറക്കുമ്പോൾ എൻ്റെ പൊന്നോ, എന്നാ മണ, എന്നാ ടേസ്റ്റ്. അതോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റ് ട്രൈ. ഓക്കെ, ബൈ.